കഴിയുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നാഹം വേദേർന തപസാ ന ദാനേന ന ചേച്യയാ ശക്യ ഏവം വിദോ ദ്രഷ്ടും ദൃഷ്ടവാനസി മാം ദയദാ. ഹരേ കൃഷ്ണ. അതീന്ദ്രിയ ദൃഷ്ടിയാൽ നീ കാണുന്ന ഈ രൂപം വേദാധ്യയനം കൊണ്ടോ തപശ്ചര്യ കൊണ്ടോ ദാനയജ്ഞാദികൾ കൊണ്ടോ കൈവരാവുന്നതല്ല. അവയൊന്നും കൊണ്ടല്ല എന്റെ ഈ യഥാർത്ഥ രൂപം ഒരാൾക്ക് പ്രത്യക്ഷമാവുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭക്ത്യാ ത്വനന്യായ ശക്യ അഹമേവം വിദോ അർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരം തപ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട അർജുന, എന്നിൽ ഏകാഗ്രമായ ഭക്തി കൊണ്ട് മാത്രമേ എന്നെ ഇപ്പോൾ കാണുന്ന മട്ടിൽ നേരിട്ട് കാണാനും അറിയാനും സാധിക്കുകയുള്ളൂ. ഈ മാർഗത്തിൽ കൂടി മാത്രമേ എന്റെ നിഗൂഢതയിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മത്കർമ്മ കൃന്മത് പരമോ മദ്ഭക്ത സംഗവർജിത നിർവൈര സർവഭൂതേഷു യാസാ മാമേതി പാണ്ഡവ. ഇത് ശ്രീമദ് ഭഗവത്ഗീതാസുപനിഷത്സു ബ്രഹ്മവിദ്യാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ വിശ്വരൂപദർശനയോഗോ നാമ ഏകാദശോധ്യായ. സർവം കൃഷ്ണാർപ്പണമസ്തു. ജി ശ്രീ രാധേ രാധേ. പ്രിയ അർജുന, എന്റെ ശുദ്ധ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാമ്യകർമ്മങ്ങളുടെയും ഊഹാപോഹങ്ങളുടെയും മാലിന്യം കൂടാതെ എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുകയും എന്നെ ജീവിതത്തിന്റെ പരമലക്ഷ്യമായി കരുതുകയും സർവഭൂതങ്ങളോടും സുഹൃത് രൂപേണ പെരുമാറുകയും ചെയ്യുന്ന ഭക്തൻ നിശ്ചയമായും എന്നെ തന്നെ പ്രാപിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. പ്രണാം മാതാജി. 5 മിനിറ്റ് വൈകി നമ്മൾ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. പ്രണാമം. ഹരേ കൃഷ്ണ. രണ്ട് മാതാജിമാർക്കും പ്രണാമം. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ നമ്മൾ ഇന്ന് വിശ്വരൂപം കാണാൻ പോവുകയാണ്. കഴിഞ്ഞ അധ്യായത്തില് ഭഗവാൻ തന്റെ ആ സുപ്രീമസി പറഞ്ഞു. എങ്ങനെയൊക്കെയാണ് എല്ലാത്തിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി സ്വാഭാവികമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ കാണണ്ടേ. അപ്പൊ അത് ഇന്ന് ഭഗവാൻ ആ വിശ്വരൂപം കാണിക്കുകയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ രാമ രാമ. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അപ്പോ അധ്യായം 11. അധ്യായം 10 ഭഗവാൻ താനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം കൂടുതൽ 4-ാമത്തെ അധ്യായം തൊട്ട് ഭഗവാൻ തന്റെ സുപ്രീമസി പറയുന്നുണ്ട്. കാരണം ഈ ജ്ഞാനം ഞാൻ ഇതിനു മുമ്പ് സൂര്യദേവന് പറഞ്ഞു കൊടുത്തു എന്ന് അദ്ദേഹം അപ്പൊ പറഞ്ഞു. അപ്പോഴേ അർജുന ഡൗട്ട് തോന്നി. അത് എങ്ങനെയാണ്, നമ്മളെല്ലാം ഒരേ സമയത്തല്ലേ ജനിച്ചത്, അപ്പൊ എങ്ങനെയാണ് സൂര്യദേവന് പറഞ്ഞു കൊടുത്തത്? അപ്പോ ഭഗവാൻ പറയും, നിനക്ക് ഓർമ്മയില്ല, കഴിഞ്ഞതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്, ആ സമയത്ത് നീ ഉണ്ടായിരുന്നു. അപ്പോ ആ ഒരു അധ്യായം തൊട്ട് ഭഗവാൻ ആണ് പരമപുരുഷൻ എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഭഗവാൻ ഈ ഭക്തിയോഗ തുടങ്ങുമ്പോഴെല്ലാം ഭഗവാൻ ഇങ്ങനെ താനാണ് പരമപുരുഷൻ എന്ന് വ്യക്തമാക്കി കൂടുതൽ കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ 10-ാമത്തെ അധ്യായത്തില് ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണെന്ന് അർജുനൻ പൂർണ്ണമായി മനസ്സിലാക്കി. ഇനി അർജുനൻ എന്താണ് ചോദിക്കുന്നത്? ഈ അധ്യായത്തില് അർജുനൻ ആ രൂപം അദ്ദേഹം വിശദീകരിച്ച, അതായത് ഭഗവാൻ എന്താണ് എല്ലാത്തിലും ഏറ്റവും ബെസ്റ്റ് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്.
അല്ലെ ഇപ്പം യോദ്ധാക്കളിൽ ഞാൻ അർജുനനാണ് എന്ന് പറഞ്ഞു. പിന്നീട് മത്സ്യങ്ങളിൽ ഞാൻ എന്താ തിമിംഗലം, ഷാർക്ക്, അത് അങ്ങനെ കുറെ നമ്മൾ കണ്ടല്ലോ. ഈ സ്ഥാവരങ്ങളിൽ ആരാണ്, മലകളിൽ ആരാണ്, പിന്നെ യജ്ഞങ്ങളിൽ ആരാണ് ഞാൻ, യജ്ഞങ്ങളിൽ അതേത് ആരാന്നാണ് പറഞ്ഞത് ഭഗവാൻ? യജ്ഞാനാം ഏത് യജ്ഞമാണെന്നാണ് ഭഗവാൻ പറഞ്ഞത്? നമ്മുടെ ഈ കലിയുഗത്തിലെ ഈ യജ്ഞം. നാമജപ അതെ, അത് ജപം. യജ്ഞാനാം ജപയജ്ഞോസ്മി എന്ന് പറയുന്നത്. അപ്പം യജ്ഞങ്ങളിൽ ഞാൻ ഹരിനാമ ജപമാണ്. അപ്പൊ എല്ലാത്തിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇനി ഈ അധ്യായത്തില് തനിക്ക് അത് കാണണമെന്ന് അർജുനൻ പറയാൻ. ആദ്യത്തെ ശ്ലോകം നോക്കാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. അർജുന ഉവാച മദനുഗ്രഹായ പരമം ഗുഹ്യമധ്യാത്മസംജ്ഞിതം യത്വയോക്തം വചസ്തേന മോഹോയം വിഗതോ മമ. അർജുനൻ പറഞ്ഞു, പരമഗുഹ്യങ്ങളായ ആധ്യാത്മിക വിഷയങ്ങളെക്കുറിച്ച് അങ്ങ് എനിക്ക് ദയാപൂർവം നൽകിയ ഉപദേശങ്ങൾ കേട്ടതിനാൽ എന്റെ വ്യാമോഹങ്ങൾ ഇപ്പോൾ തീർന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ അർജുനൻ വളരെ വിനീതനായിട്ട് ഭഗവാനോട് പറയുകയാണ്. ഭഗവാൻ ഭഗവാൻ പറഞ്ഞു, നിനക്ക് എന്നോട് അസൂയയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നു എന്ന് പറയുന്നു. പിന്നീട് പറയും, നീ എൻ്റെ സുഹൃത്താണ്, നീ എൻ്റെ ഭക്തനാണ്, അതുകൊണ്ട് നിനക്ക് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. അപ്പൊ അത്രയും ഗുഹ്യങ്ങളായ കാര്യങ്ങൾ, ആത്മീയ വിഷയത്തെക്കുറിച്ചെല്ലാം ഭഗവാൻ ആരടുത്താണ് പറഞ്ഞത്? എല്ലാം അർജുനൻ. അപ്പൊ അർജുനൻ ഇത് കേട്ടപ്പോൾ അർജുനന്റെ ഉള്ളിലെ വ്യാമോഹം, ആ ഇല്യൂഷൻ, അത് മാറി. അപ്പം കൃഷ്ണൻ കൂടുതൽ തന്റെ സുപ്രീമസി, ആ പരമോന്നതത്വത്തെ കുറിച്ച് വ്യക്തമാക്കി. അത് വ്യക്തമായപ്പോൾ അർജുനൻ പറഞ്ഞു, എന്റെ വ്യാമോഹം എല്ലാം ഇപ്പോൾ തീർന്നിരിക്കുന്നു. ഏവമേതത്യഥാർത്ഥസ്ത്വം ആത്മാനം പരമേശ്വര ദ്രഷ്ടുമിച്ഛാമി തേ രൂപ മൈശ്വരം പുരുഷോത്തമ. ഹേ പരമപുരുഷോത്തമ, ഹേ പരമ്പൊരുളെ, അങ്ങ് തന്നെ സ്വയം വിവരിച്ചതുപോലെയുള്ള അവിടുത്തെ യഥാർത്ഥമായ സ്ഥിതിയിൽ ഞാൻ അങ്ങയെ എന്റെ മുന്നിൽ കാണുന്നുവെങ്കിലും ഈ വിശ്വാവിഷ്കാരത്തിൽ എങ്ങും അങ്ങ് ഉൾച്ചേർന്ന് നിൽക്കുന്നത് എങ്ങനെയെന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങയുടെ ആ രൂപം എനിക്ക് കാണണം. അപ്പോ അർജുനന് ക്ലിയറായി, പരമദിവ്യോത്തമ പുരുഷൻ എന്ന് പറയുന്നത് മറ്റാരുമല്ല, ഭഗവാനാണെന്ന് മനസ്സിലായി. ഇനി എന്തിനാണ് അർജുനൻ അത് കാണിക്കണം എന്ന് പറഞ്ഞത്? ഭഗവാന്റെ ആ രൂപം എനിക്ക് കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് അർജുനൻ പറയുന്നു. അപ്പൊ ആ രൂപം ശരിക്കും അർജുനന് പേഴ്സണലായിട്ട് കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ല, ഭഗവാന്റെ പരമോന്നതത്വം മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇതൊരു ബെഞ്ച് മാർക്ക് ആയിട്ട് വെക്കുകയാണ്. കാരണം ഭാവിയിൽ കലിയുഗം വരുമ്പോ ഒരുപാട് ആൾ ദൈവങ്ങൾ വരും. കലിയുഗത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്. അപ്പൊ ഭാവിയിൽ ആരെങ്കിലും വന്ന് ഞാനാണ് ദൈവം, എന്നെ എല്ലാരും പ്രാർത്ഥിക്കണം, ഞാനിവിടെ അവതരിച്ചിരിക്കുന്നു എന്ന് വല്ലതും പറഞ്ഞാൽ അതൊരു ബെഞ്ച് മാർക്കായിട്ട് ഈശ്വരൻ, ദൈവം, പരമപുരുഷനാണെങ്കിൽ ആ വ്യക്തിക്ക് വിശ്വരൂപം കാണിക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഒരാൾ ദൈവമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അയാളോട് നമുക്ക് ചോദിക്കാം, ശരിയെങ്കിൽ നിങ്ങളുടെ ആ വിശ്വരൂപം കാണിക്കൂ. അപ്പൊ ഇതൊരു ബെഞ്ച് മാർക്കായിട്ട് വെക്കാനും പ്രഭുപാദർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം. അതിനാണ്, അല്ലാതെ അർജുനന് സ്വന്തമായിട്ട് കാണാൻ വേണ്ടിയല്ല, മറ്റുള്ളവരെ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഭഗവാൻ അതേക്കുറിച്ച് സംസാരിക്കണം, അതേ കാണിച്ചു തരണം. അപ്പം ചില ആൾക്കാർ പറയുമോ, കുറെ നമ്മൾ സാധാരണ പറയല്ലേ, കുറെ തള്ളുന്നുണ്ടല്ലോ എന്ന് നമ്മൾ പറയും. നമ്മളുടെ ഒരു ഭാഷയിൽ സാധാരണ ഈ ഒരു സമൂഹത്തിലുള്ള സംസാരമാണ്, കൂടുതൽ തള്ളുന്നുണ്ട്, ഇതെല്ലാം കാണിച്ചു തരാൻ പറ്റുമോ എന്ന്. കാരണം കലിയുഗത്തിലുള്ള ആൾക്കാർ ഇങ്ങനെയാണ്, അവർക്കൊന്നിലും വിശ്വാസം വരുന്നില്ല. അപ്പൊ അവരെ വിശ്വസിപ്പിക്കാനും വേണ്ടിയാണ് അർജുനൻ ഈ പറയുന്നത്, അത് കാണിച്ചു തരും. അപ്പൊ പിന്നെ തെളിവായി, വെറുതെ പറയുകയല്ല, അദ്ദേഹം അത് സ്വയം കാണിക്കുകയും കൂടെ ചെയ്യാണ്. ശ്രീ ഭഗവാനുവാച പശ്യ മേ പാർത്ഥരൂപാണി ശതശോധാ സഹസ്രശ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, പ്രിയപ്പെട്ട അർജുന, പല വർണ്ണങ്ങളിലും
പല ആകൃതികളിലുമുള്ള എൻ്റെ 1000 ദിവ്യരൂപങ്ങൾ നീ കണ്ടുകൊള്ളൂ. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ടത്, ഈ വിശ്വരൂപം എന്ന് പറഞ്ഞാൽ ഭൗതികവാദികളെ കാരണം ഈ ഭൗതികമായിട്ടുള്ള ആൾക്കാർക്ക് ഇതുപോലെ ഒപ്പുലൻസ് കണ്ടാലേ അവർക്ക് ആ സുപ്രിമസി അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതായത് ഈ ഐശ്വര്യഭാവം കാണുമ്പോഴേ അവര് പരമോന്നതനാണ് എന്ന് അംഗീകരിക്കുകയുള്ളൂ. അല്ലാതെ സാധാ പശുവിനെ മേച്ച് നടക്കുന്ന, ഓടക്കുഴലും ഏന്തി ഗോപന്മാരുടെയും കൂടെയൊക്കെ കളിച്ച് നടക്കുന്ന കൃഷ്ണൻ പരമപുരുഷനാണെന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാരും അത് അംഗീകരിക്കില്ല. ഇപ്പൊ ശിശുപാലർ തന്നെ രാജസൂയ യജ്ഞത്തില് യുധിഷ്ഠിരനും മറ്റ് എല്ലാ അംഗങ്ങളും പരമപുരുഷനായിട്ട് ഭഗവാനെ ആദരിച്ചപ്പോൾ ശിശുപാലൻ എതിർത്തു. ഈ പശുക്കളെ മേച്ചു നടന്ന ഈ ഇടയ പയ്യനെയാണോ നിങ്ങൾ ഇങ്ങനെ ഇരുത്തുന്നത്, അവിടെ പെണ്ണയും കട്ട് നിന്ന വ്യക്തിയാണോ എന്ന് കുറെ കുറ്റം പറയും. അപ്പൊ അങ്ങനത്തെ ആൾക്കാരാണ് നമ്മൾ ഭൗതികവാദികൾ എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഭൗതിക വസ്തുക്കളോട് മാത്രം, ഇങ്ങനെ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമില്ലാത്ത ആൾക്കാരെല്ലാം ഇങ്ങനെ ചിന്തിക്കുന്നവരാണ്. എന്നാൽ അവര് ഏറ്റവും കൂടുതൽ അവർ റെസ്പെക്ട് ചെയ്യുന്ന എങ്ങനെയുള്ളവരെ ആയിരിക്കും? നല്ല ധനവാന്മാരെ, നല്ല ഐശ്വര്യം. ഇപ്പൊ ഫിലിം സ്റ്റാർസ് ഒക്കെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എല്ലാരും ഓടി ആ വ്യക്തിയെ കാണാൻ പോകും. എന്തുകൊണ്ടാണ്? ആ വ്യക്തിക്ക് അത്രയും പണമുണ്ട്, അത്രയും ഫെയിമാണ്, അത്രയും കഴിവുകളുണ്ട്. അപ്പൊ ഇതിലാണ് ആളുകൾ ആകർഷകരാകുന്നത്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെ കാണിക്കാനാണ് ഈ ഒരു രൂപം. ഒരിക്കലും കലർപ്പറ്റ ഭക്തിയുള്ള ശുദ്ധ ഭക്തർ ഈ രൂപത്തെ ആഗ്രഹിക്കുന്നില്ല. ശുദ്ധ ഭക്തർ ഈ ഒരു ഭഗവാന്റെ ആ ഇരു കൈകളുള്ള ഓടക്കുഴലേന്തി കാർമേഘവർണ്ണനായിട്ടുള്ള താമര പോലത്തെ കണ്ണുകളുമേന്തി ചെറിയ പുഞ്ചിരിയോട് നിൽക്കുന്ന ആ കൃഷ്ണന്റെ യഥാർത്ഥമായിട്ടുള്ള ആ കൃഷ്ണന്റെ രൂപമാണ് അവർക്ക് കാണാൻ താല്പര്യം. ഇനി ഈ കാണിക്കാൻ പോകുന്ന രൂപം, പരമപുരുഷൻ ഇപ്പം കാണിക്കാൻ പോകുന്ന വിശ്വരൂപം, അത് ആത്മീയ രൂപമല്ല, അത് ഈ ഭൗതിക ലോകത്ത് മാത്രമുള്ള രൂപമാണ്. നമ്മള് ഗോലോക ചാർട്ടിൽ കണ്ടില്ലേ, മെറ്റീരിയൽ വേൾഡ് ഉണ്ട്, സ്പിരിച്വൽ വേൾഡ് ഉണ്ട്. മെറ്റീരിയൽ വേൾഡ് എന്ന് പറയുമ്പോൾ അവിടെ മഹാവിഷ്ണു ഉണ്ട്, ഗർഭോദകശായി വിഷ്ണു ഉണ്ട്, ക്ഷീരോദകശായി വിഷ്ണു ഉണ്ട്. അപ്പോൾ ഈ വിഷ്ണു എല്ലാം വരുന്നത് ഭൗതിക ലോകത്താണ്. എന്നാൽ ആത്മീയ ലോകത്ത് ആരാണ്? ബ്രഹ്മജ്യോതി ഉണ്ട്, അതിനു മുകളിൽ വൈകുണ്ഠമുണ്ട്. വൈകുണ്ഠത്തിൽ ലക്ഷ്മി നാരായണനാണ് വസിക്കുന്നത്. കൂടാതെ കുറെ വൈകുണ്ഠങ്ങളുണ്ട്. അതിനും ഉപരി ഏറ്റവും മുകളിൽ ഏത് ലോകമാണ്? ഗോലോക ചാർട്ടിൽ ഏറ്റവും മുകളിൽ ഉള്ള വലിയ താമര ഗോലോക വൃന്ദാവനം. അവിടെ ഭഗവാൻ കൃഷ്ണൻ, ഇരു കൈകളുള്ള ഭഗവാൻ കൃഷ്ണനും കൃഷ്ണന്റെ വ്രജവാസികൾ, വ്രജത്തില് വ്രജഭക്തിയാണ് അവിടെ ഉള്ളത്. അപ്പൊ അതാണ് യഥാർത്ഥമായിട്ടുള്ള പരമപുരുഷൻ എന്ന് പറയുന്നത്, പരമദിവ്യോത്തമ പുരുഷൻ എന്ന് പറയുന്ന ഗോലോക വൃന്ദാവനത്തിലുള്ള കൃഷ്ണനാണ്. ആ കൃഷ്ണനിൽ നിന്നാണ് ബാക്കി താഴോട്ട് എല്ലാം വന്നത്. നാരായണനും ആ കൃഷ്ണനിൽ നിന്നാണ് വന്നത് ചതുർഭുജ രൂപത്തിൽ. പിന്നീട് ആ നാരായണനിൽ നിന്ന് ആണ് സംഘർഷണൻ വരുന്നത്. സംഘർഷണനിൽ നിന്നാണ് പിന്നെ ഈ വിഷ്ണു മഹാവിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു, വിഷ്ണു രൂപങ്ങളെല്ലാം വരുന്നത്. അപ്പൊ എല്ലാം വരുന്നത് ആ ഭഗവാൻ കൃഷ്ണനിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഭൗതിക ലോകത്ത് മാത്രമേ ഈ വിശ്വരൂപം ഉള്ളൂ. ഈ പറയുന്ന വിശ്വരൂപം ആത്മീയ ലോകത്തില്ല. അത് ചിലര് തെറ്റിദ്ധരിക്കും, ഈ വിശ്വരൂപത്തിൽ നിന്നാണ് കൃഷ്ണൻ വന്നതെന്ന്. അല്ല, അത് തെറ്റാണ്. കൃഷ്ണനിൽ നിന്നാണ് ഈ വിശ്വരൂപം വന്നത്. ഈ വിശ്വരൂപം ഈ ഭൗതിക ലോകത്ത് മാത്രം കാണിക്കുന്ന ഒരു രൂപമാണ്. അങ്ങനെ ഒരു രൂപം ആത്മീയ ലോകത്തില്ല. അപ്പോ ഈ വിശ്വരൂപം എന്ന് പറയുമ്പം ഈ ഭൗതിക ലോകത്ത് നമുക്കറിയാം, ബ്രഹ്മാണ്ടത്തിന്റെ ഉള്ളില് 14 ലോകങ്ങളുണ്ട്. ആ ലോകമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു രൂപമാണ് ഭഗവാൻ ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോ അതാണ് അർജുനനോട് പറയുന്നത്, പല വർണ്ണങ്ങളിലും പല ആകൃതികളിലുമുള്ള എൻ്റെ 1000 ദിവ്യ രൂപങ്ങൾ നീ കണ്ടുകൊള്ളും. അപ്പൊ ഈ ഭഗവാൻ കാണിക്കാൻ പോകുന്ന ഈ രൂപം, ഇപ്പൊ കാണിക്കാൻ പോകുന്ന രൂപം, അത് അർജുനൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഭഗവാന്റെ വിശ്വരൂപത്തിന്റെ ചെറിയ പല വേർഷൻ ചെറുതായിട്ട് മറ്റുള്ളവർക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് യശോദാമയ്ക്ക് എപ്പോഴാണ് ഭഗവാൻ വിശ്വം കാണിച്ചു കൊടുത്തത്? വായില് ബ്രഹ്മാണ്ടം കാണിച്ചു കൊടുത്തു, മണ്ണ് തിന്നുന്ന സമയം. മണ്ണ് തിന്നുന്ന സമയത്ത്. അതെ, വായ തുറക്കാൻ പറഞ്ഞപ്പോ വായ മുഴുവൻ, ആ ബ്രഹ്മാണ്ടം മുഴുവൻ
ഭഗവാൻ കാണിച്ചു അല്ലെ, വിശ്വം മുഴുവൻ കാണാം. അപ്പൊ അതിനകത്ത് യശോദാമ്മ കുഞ്ഞിനെ ഉണ്ണിക്കണ്ണന്റെ വായിലോട്ട് നോക്കുന്ന ആ രൂപം വരെ യശോദാമ്മയ്ക്ക് വായിൽ കാണാൻ സാധിച്ചു. പിന്നീട് ഭഗവാൻ ഈ രൂപം കാണിച്ചത് ഹസ്തിനാപുരത്ത് ദുര്യോധനനെ കാണാൻ സന്ധി സംഭാഷണത്തിന് പോയതാണ്, യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി. അവിടെ ചെന്നപ്പോഴും ദുര്യോധനൻ സമ്മതിച്ചില്ല. കൂടാതെ ദുര്യോധനൻ എന്താണ് ഭഗവാനെ കൊല്ലാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു കൃഷ്ണൻ വരുമ്പോ. അപ്പൊ അങ്ങനെ വന്നപ്പോ ദുര്യോധനൻ ഒരു സൂചി കുത്താൻ പോലും ഞാൻ സ്ഥലം കൊടുക്കില്ല എന്ന് തീരുമാനിച്ചപ്പോ ഭഗവാൻ ഒരു രൂപം കാണിച്ചു. അത് ഇപ്പൊ കാണിച്ചതല്ല, അതിന്റെ ഒരു ചെറിയൊരു ഭാഗം വിശ്വരൂപം ഭഗവാൻ കാണിച്ചു കൊടുത്തു. അപ്പൊ ഇനി അർജുനനോട് കാണിക്കാൻ പോകുന്ന വിശ്വരൂപമാണ്. നതു മാം ശക്യസേ ദൃഷ്ടോ മനേനൈവ സചക്ഷുഷാ ദിവ്യം ദദാമി തേ ചക്ഷു പശ്യമേ യോഗമൈശ്വരം. പക്ഷെ നിന്റെ ഈ നേത്രങ്ങൾക്ക് ഞാൻ ദൃശ്യനാവില്ല, അതുകൊണ്ട് നിനക്ക് ഞാൻ ദിവ്യ ചക്ഷുസ് നൽകുന്നു. എന്റെ വിഭൂതികളെ യഥേഷ്ടം കണ്ടുകൊള്ളു. ഇപ്പൊ ഇപ്പൊ അർജുനന്റെ ഈ നേത്രത്തിന് ഈ രൂപത്തെ കാണാൻ സാധിക്കില്ല എന്ന് പറയും. നമ്മളിപ്പം 3D ഫിലിം കാണാൻ പോകുമ്പോ ഒരു കണ്ണാടി തരില്ലേ, ആ കണ്ണാടി വെച്ച് നോക്കുമ്പോഴാണ് ആ സിനിമ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. അതുപോലെ അർജുനന് ഇപ്പോഴുള്ള ഈ കണ്ണുകൾ വെച്ച് നിനക്ക് എന്നെ കാണാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ നിനക്ക് ദിവ്യ ചക്ഷുസ് തരികയാണ്, ദിവ്യമായിട്ടുള്ള ഒരു കണ്ണ് തരികയാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശരിക്കും അർജുനന് കാണാൻ പറ്റുന്ന ആ 2 കൈകളുള്ള രൂപം, അതാണ് സച്ചിദാനന്ദ വിഗ്രഹമായിട്ടുള്ള കൃഷ്ണന്റെ രൂപം. അപ്പൊ അർജുനന്റെ പൊസിഷൻ ഹൈ ലെവലാണ്. ഭഗവാനെ പരമപുരുഷനായിട്ട് അംഗീകരിച്ച ആ ഭഗവാനെ, ആ ദിവ്യമായിട്ടുള്ള രൂപം അർജുനന് നേരിട്ട് കാണാം. അപ്പൊ ഇനി കാണിക്കാൻ പോകുന്ന ഭൗതികമായിട്ടുള്ള ഒരു രൂപമാണ് കാണിക്കുന്നത്. അപ്പൊ അർജുനന്റെ ആ കാഴ്ചയെ ഒന്ന് താഴ്ത്തി വെക്കുകയാണ്. നമ്മൾ വിചാരിക്കും ആ ദിവ്യ കണ്ണ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കണ്ണുകളുടെ ശക്തിയെ അപ്ഗ്രേഡ് ചെയ്തു എന്ന് വിചാരിക്കും, അതിനെ കൂട്ടിയെന്ന് വിചാരിക്കും. പക്ഷെ അല്ല, അർജുനൻ ഇപ്പം ഇരിക്കുന്ന കൃഷ്ണനാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള കൃഷ്ണൻ. ഇനി ഈ വിശ്വരൂപം ശരിക്കും അർജുനന് കാണാൻ ആഗ്രഹമില്ല, പക്ഷെ നാളെ മറ്റുള്ള വ്യക്തികൾക്ക് ഭഗവാന്റെ പരമോന്നതത്തെ മനസ്സിലാക്കിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടിയാണ് ഈ രൂപം കാണണമെന്ന് പറഞ്ഞത്. അപ്പം അർജുനന്റെ ആ കാഴ്ചയെ ഒന്ന് താഴ്ത്തുകയാണ് ഭഗവാൻ. അതുകൊണ്ടാണ് നിന്റെ ഇപ്പോഴത്തെ കണ്ണുകൾക്ക് ദൃശ്യനാവില്ല ഈ ഭൗതികമായിട്ടുള്ള ഭഗവാൻ കാണിക്കാൻ പോകുന്ന രൂപം, അതുകൊണ്ട് ഞാൻ നിനക്ക് ദിവ്യ ചക്ഷുഷ് നൽകുന്നു, എന്റെ വിഭൂതികളെ നീ കണ്ടുകൊള്ളും. അപ്പൊ വിശ്വരൂപം എന്ന് പറയുന്നത് ഒരു ഭൗതിക ലോകത്തുള്ള രൂപമാണ്. അപ്പൊ ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടി അർജുനന്റെ കാഴ്ചയെ താഴ്ത്തുകയാണ് ഭഗവാൻ. അപ്പൊ ഇങ്ങനെയാണ് ഇത് ശരിക്കും അർജുനൻ കാണുന്ന ഭഗവാന്റെ രൂപമാണ് യഥാർത്ഥം. ഇതൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഗുരുപരമ്പരയിലൂടെ ആ ജ്ഞാനം കിട്ടുമ്പോഴേ ഇതാണ് യഥാർത്ഥത്തിൽ എന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ സാധാരണ ആൾക്കാര്, മറ്റുള്ള ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവരെന്തായിരിക്കും പറയാ, അർജുനന്റെ കാഴ്ചയെ കൂട്ടി അങ്ങനെ വലിയ ഒരു വിശ്വരൂപമാണ് ഏറ്റവും വലിയ രൂപം എന്നൊക്കെ തെറ്റിദ്ധരിക്കും. ശരിക്കും വിശ്വരൂപം ഭൗതിക ലോകത്ത് മാത്രമുള്ള ഒരു രൂപമാണ്. കാരണം ഭക്തന്മാർക്ക് ഭഗവാന്റെ ആ സ്നേഹത്തോടെയുള്ള ആ നിഷ്കളങ്കമായിട്ടുള്ള ഭഗവാൻ ആ ഇന്റിമസിയാണ് ഇഷ്ടം ഭക്തന്മാർക്ക്. അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞ, ഭഗവാൻ വീട്ടിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ്, ഓഫീസിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ്. അപ്പൊ വീട്ടുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട എങ്ങനെയാണ്, വീട്ടിൽ നിൽക്കുന്ന ആ വ്യക്തിയുടെ സ്വഭാവമാണ്. കാരണം അവരുമായിട്ട് ഇന്റിമസി കുറച്ച് കൂടുതലാണ്. അപ്പൊ സാധാരണ എല്ലാവരുമായിട്ട് തമാശയൊക്കെ പറഞ്ഞ് കളിച്ച് സ്നേഹത്തോടെ പെരുമാറുന്നത്. ഓഫീസിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഓഫീസിൽ പോകുമ്പോൾ. അപ്പം ഓൺ ഡ്യൂട്ടി, ഭഗവാൻ ഓൺ ഡ്യൂട്ടി ആവുമ്പോഴാണ് വിഷ്ണു രൂപം എടുക്കുന്നത്. എന്നാൽ ഭഗവാൻ വീട്ടിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് കൃഷ്ണന്റെ യഥാർത്ഥമായിട്ടുള്ള ആദി രൂപമാണ് കൃഷ്ണൻ. അപ്പൊ ആ രൂപത്തിലാണ് കലർപ്പറ്റ ഭക്തന്മാർക്ക് താല്പര്യം ആ കൃഷ്ണന്റെ രൂപമാണ്. അവർക്ക് ഈ ഐശ്വര്യഭാവത്തോടെയുള്ള ഈ വിശ്വരൂപവും കൂടാതെ നാരായണന്റെ രൂപത്തിനോടും അവർക്ക് താല്പര്യം കുറവാണ്. അപ്പൊ അർജുനൻ ഈ
കാഴ്ച കാണാൻ പോവുകയാണ്. അപ്പൊ അർജുനൻ ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കണം. എന്തുകൊണ്ടാണ് അർജുനൻ ഇത് ചോദിച്ചത്? അപ്പൊ ഭഗവാൻ കഴിഞ്ഞ അധ്യായത്തിൽ കുറെ തിയറിയും ഫിലോസഫിയും ഒക്കെ പറഞ്ഞു. ഇനി അത് കാണാൻ പോകുന്നു. അർജുനൻ അത് ശരിക്കും കാണണം, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് കാണണമെന്ന് പറഞ്ഞു. ഉത്തമ ഭക്തൻ വിശ്വരൂപ ദർശനം ആഗ്രഹിക്കുന്നില്ല. അർജുനന് കൃഷ്ണന്റെ പ്രസ്താവനകൾ സാധൂകരിക്കണമായിരുന്നു. അതോടൊപ്പം ഭാവിയിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുകയും വേണം. താൻ പരമദിവ്യോത്തമ പുരുഷനാണെന്ന് കൃഷ്ണൻ പറഞ്ഞത് വെറും സൈദ്ധാന്തികമായോ ദാർശനികമായോ അല്ല, തിയറിയും ഫിലോസഫിയും ആയിട്ട് പറഞ്ഞതല്ല, യഥാർത്ഥത്തിൽ പരമപുരുഷനാണെന്ന് കാണിക്കാൻ പോവുകയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷനാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. ആ വിശ്വവ്യാപ്തമായ രൂപത്തിൽ എണ്ണമറ്റ മുഖങ്ങളും കണ്ണുകളും എണ്ണമറ്റ അത്ഭുത ദൃശ്യങ്ങളും അർജുനൻ കണ്ടു. അങ്ങനെ ഭഗവാൻ തന്റെ രൂപം ഇതാ കാണിക്കുകയാണ്. ഈ രൂപത്തില് അനേകം എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ്, എണ്ണാൻ പറ്റാത്തത്രയും കൈകളും വായും കാലുകളും മുഖവും എല്ലാമുള്ള ഒരു അത്ഭുത രൂപമാണ് അർജുനൻ ഇപ്പോൾ കാണുന്നത്. അനേകം ദിവ്യാഭരണങ്ങളാൽ അലങ്കൃതമായ ആ രൂപം അനേകം ദിവ്യായുധങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ദിവ്യങ്ങളായ പുഷ്പമാല്യങ്ങളും വസ്ത്രങ്ങളും അണിഞ്ഞിരിക്കുന്നു. ദിവ്യങ്ങളായ ഗന്ധദ്രവ്യങ്ങൾ ശരീരത്തിൽ പൂശിയിരുന്നു. അത്ഭുതാവഹവും തേജോമയവും അമേയവും സർവവ്യാപ്തവുമായിരുന്നു ആ രൂപം. അപ്പൊ അർജുനൻ ഒരിടത്തിരുന്ന് കാണുകയാണ്, രഥത്തിൽ ഇരിക്കുകയാണ് അർജുനൻ. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഇത്രയും വിശ്വം മൊത്തവും നിറഞ്ഞു നിൽക്കുന്ന അത്ഭുതകരമായ രൂപം, അനേകം കൈകളും അനേകം തലകളും അനേകം കാലുകളും അനേകം ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ആ രൂപം, കയ്യിൽ അനേകം ആയുധങ്ങളും എല്ലാമുള്ള ആ ദിവ്യ രൂപത്തെ അർജുനൻ ഒരിടത്ത് നിന്ന് കാണുകയാണ്. അപ്പൊ ഈ രൂപം 14 ലോകങ്ങളും നിറഞ്ഞു നിൽക്കുന്ന അതിഭീമാകരമായിട്ടുള്ള രൂപമാണ്. 1000 സൂര്യന്മാർ ഒരേ സമയം ഉദിക്കുകയാണെങ്കിൽ ഉളവാകുന്ന പ്രകാശത്വന് തുല്യമായിരുന്നു ആ വിശ്വാത്മകമായ ഭഗവത് രൂപത്തിന്റെ പ്രഭാവം. അപ്പൊ അത്ര പ്രഭാവം, അത്രയ്ക്ക് പ്രകാശമാനമായിരുന്നു ഈ രൂപം. 1000 സൂര്യന്മാർ ഒരേ സമയത്ത് ഉദിച്ചു നിൽക്കുന്ന അത്രയും പ്രകാശമുള്ള രൂപം. അപ്പൊ ഇത് ഇപ്പൊ ആരൊക്കെ കാണുന്നുണ്ട് ഈ രൂപം? ഈ രൂപം അർജുനൻ മാത്രമല്ല, ഈ രൂപം വേറൊരിടത്തിരുന്ന് കാണുന്നുണ്ട്. അതാരാ? സഞ്ജയൻ അവിടെ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ സഞ്ജയനും ഈ രൂപം കാണുന്നുണ്ട്. സഞ്ജയന് ഇത് കണ്ടിട്ട് സഞ്ജയനും ഭയങ്കര അത്ഭുതാവഹമായിട്ട്, സഞ്ജയന് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. വ്യാസദേവന്റെ അനുഗ്രഹം കൊണ്ടാണ് സഞ്ജയന് ഇത് കാണാൻ സാധിക്കുന്നത്. അപ്പം ഹസ്തിനപുരത്തിരുന്ന് സഞ്ജയൻ ഈ കാര്യങ്ങൾ കണ്ട് അത് ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അർജുനൻ കാണുന്ന ഈ രൂപം 1000 സൂര്യന്മാർന്ന് ഒരേ സമയം ഉദിച്ചു നിൽക്കുന്ന ആ പ്രകാശത്തിന് തുല്യമാണ് ആയിട്ടുള്ള രൂപം കാണുന്നു. അപ്പൊ അർജുനനും കൃഷ്ണനും ഒരേ രഥത്തിൽ ഇരിക്കുകയാണ്. ആ രഥത്തിലിരുന്ന് കൃഷ്ണനും അവിടെ ഉണ്ട്. കൃഷ്ണന്റെ അടുത്താണ് ഈ രൂപം ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ അർജുനൻ ഈ ഒരു രഥത്തിൽ ഇരുന്ന് തന്നെ കാണുകയാണ്. പക്ഷെ ഈ കാര്യം കുരുക്ഷേത്ര ഭൂമിയില് അർജുനന് മാത്രമേ കാണുന്നുള്ളൂ. കാരണം ഭഗവാൻ ആ കാഴ്ച കൊടുത്തത് അർജുനനാണ്. ഹസ്തിനപുരത്തിരുന്ന് സഞ്ജയനും കാണുന്നുണ്ട്. കൂടാതെ ഈ രൂപം, കാരണം ഈ രൂപം എന്ന് പറഞ്ഞാൽ 14 ലോകങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന രൂപമാണ്. അപ്പോ ഇതിനു മുകളിലുള്ള ഉപരിലോകങ്ങളിലുള്ള ദേവീ ദേവന്മാർക്കും ഈ രൂപത്തെ കാണാൻ സാധിച്ചു. ആ ബ്രഹ്മലോകം മുതൽ പാതാളം വരെ, ആ സത്യലോകം, ഏറ്റവും മുകളിലത്തെ ലോകമാണ് സത്യലോകം. അതാണ് ബ്രഹ്മാവ് വസിക്കുന്ന ബ്രഹ്മലോകം. അവിടം തൊട്ട് ഏറ്റവും താഴത്തെ ലോകമായ പാതാളം വരെയുള്ള നിവാസികൾ, അവിടെ ഉള്ളവർക്ക് ഇത് ശരിക്കും ഈ ഹയർ പ്ലാനറ്റ്സിലുള്ള ഉപരിലോകങ്ങളിലുള്ളവർക്കാണ് ഇത് കാണാൻ സാധിച്ചത്. അർജുന ഉവാച പശ്യാമി ദേവാംസ്തവ ദേവദേഹേ സർവാംസ്തഥാ ഭൂതവിശേഷസംഗാൻ ബ്രഹ്മാണമീശം കമലാസനസ്ഥം ഋഷീംശ സർവാനുരഗാംശ ദിവ്യാൻ
അർജുനൻ പറഞ്ഞു, കൃഷ്ണ, അവിടുത്തെ ശരീരത്തിൽ സകല ദേവന്മാരെയും മറ്റു സകല ജീവജാലങ്ങളെയും ഞാൻ കാണുന്നു. മാത്രമല്ല, താമരപ്പൂവിൽ ഇരുന്നരുളുന്ന ബ്രഹ്മദേവൻ, അതുപോലെ ശിവൻ, ഋഷികൾ, ദിവ്യ സർപ്പഗണങ്ങൾ എന്നിവരെയും ഞാൻ കാണുന്നു. അപ്പൊ ഭഗവാന്റെ ശരീരത്തിലും ഈ ദേവന്മാരെ കാണാം. അതേസമയം ആ ദേവന്മാര് അവരുടെ ലോകത്ത് നിന്ന് ഈ രൂപം കാണുകയാണ്. അപ്പൊ ദേവന്മാര് അപ്പുറത്ത് നിന്ന് കാണുകയും ചെയ്യുന്നു. കൂടാതെ അവരെല്ലാം ഈ ഭഗവാന്റെ ശരീരത്തിലും ഉണ്ട്. അപ്പൊ ഈ സകല ദേവന്മാരും, ഇപ്പൊ ദേവന്മാരെന്ന് പറയുമ്പോ ബ്രഹ്മദേവൻ, മഹാദേവൻ, ഇന്ദ്രൻ, ചന്ദ്രൻ, അങ്ങനെ എല്ലാ 33 ദേവി ദേവന്മാരും എല്ലാം ഭഗവാന്റെ ശരീരത്തിൽ കാണാം. ബ്രഹ്മദേവൻ, അതുപോലെ ശിവൻ, ഋഷികൾ, മറ്റ് ഋഷികൾ, സപ്ത ഋഷികൾ, ദിവ്യ സർപ്പഗണങ്ങൾ, വാസുകിയെ പോലെ ഉള്ള സർപ്പഗണങ്ങൾ, ഇവയെല്ലാം അർജുനന് ഈ രൂപത്തിൽ കാണാൻ സാധിക്കുന്നു. അല്ലയോ ജഗന്നാഥ, വിശ്വരൂപ, അങ്ങയുടെ ശരീരത്തിൽ എല്ലായിടത്തും എണ്ണമറ്റ കൈകളും ഉദരങ്ങളും വായ്കളും കണ്ണുകളും വരുന്നു. ഇവയ്ക്ക് അവസാനമില്ല. ആദിയോ മധ്യമോ അന്തമോ കാണുന്നില്ല. അപ്പൊ അർജുനൻ ഇത് കാണുമ്പോ ഇതിനൊരു അവസാനമില്ല. ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട്, ഒരു ലിമിറ്റ് ഇല്ലാതെ ഇങ്ങനെ ഈ വിസ്തരിച്ച് നിൽക്കുകയാണ് ഈ രൂപം. എവിടെ നോക്കിയാലും ആ രൂപം ഇങ്ങനെ കാണുകയാണ്. അപ്പൊ അർജുനൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയാണ്. റിപ്പറ്റീഷൻ ആണല്ലേ. നേരത്തെയും പറഞ്ഞു ഒരുപാട് കൈകളും ഉദരവും വായ്കളും കണ്ണുകളും കണ്ടു. അതുപോലെ ഇപ്പോഴും അർജുനൻ പറയാണ്, അനേകം എണ്ണമറ്റ കൈകൾ, ഉദരങ്ങൾ, വായ്കൾ, കണ്ണുകൾ ഇതെല്ലാം വരുന്നു. ഇവയ്ക്ക് അവസാനമില്ല, ആദ്യം അന്തവുമില്ല. അപ്പൊ ആ ഒരു എക്സ്റ്റസിയില് അർജുനൻ, ആ അത്ഭുതത്തില് അർജുനൻ വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആളിക്കത്തുന്ന അഗ്നിയുടെയും മധ്യാഹ്ന സൂര്യന്റെയും പ്രകാശം പോലെ പരക്കുന്നതും കണ്ണഞ്ചിപ്പിക്കുന്നതുമായ മഹാജ്യോതിസ് കൊണ്ട് ദുർദൃശ്യമാണ് അങ്ങയുടെ ഈ രൂപം. എങ്കിലും അനേക വിധത്തിലുള്ള കിരീടങ്ങളും ഗദകളും ചക്രങ്ങളും ധരിച്ച തേജോമയമായ രൂപം ഞാൻ എവിടെയും കാണുന്നു. അപ്പൊ ഈ പ്രകാശം കൊണ്ട് കാണാൻ ബുദ്ധിമുട്ടാണ് അല്ലേ. നമുക്ക് ഒരു സൂര്യൻ നിൽക്കുമ്പോ തന്നെ ആ സൂര്യനിലോട്ട് നമുക്ക് കണ്ണ് നോക്കാൻ നമ്മളെ കണ്ണിങ്ങനെ അടഞ്ഞു പോകും. അപ്പൊ 1000 സൂര്യന്മാർ ഉദിച്ചു നിൽക്കുമ്പോ ഉള്ള പ്രകാശം എന്താണ്? അപ്പൊ അത്രയും കണ്ണഞ്ചിപ്പിക്കുന്ന ജ്യോതിസാണ് ഭഗവാന്റെ ആ ശരീരത്തിൽ നിന്ന് വരുന്നത്. എന്നാലും അദ്ദേഹത്തിന് ഈ രൂപം എല്ലായിടത്തും കാണാൻ സാധിക്കുന്നു. അപ്പൊ ഇത്രയും നേരം കാണിച്ചത് ഭഗവാന്റെ ആ വിശ്വരൂപം. ഇനി ഭഗവാൻ കാണിക്കാൻ പോകുന്നത് വിശ്വരൂപത്തിന്റെ ഉള്ളിൽ ഒരു കാലരൂപം കാണിക്കാൻ പോവാണ്. അപ്പൊ ഈ ഇതുവരെ അർജുനന് ഉള്ള ഭാവം എന്ന് പറഞ്ഞാൽ അർജുനൻ അത്ഭുതമായിരുന്നു. ഇനി അങ്ങോട്ട് അർജുനൻ ഭയപ്പെടാൻ തുടങ്ങും. കാരണം ഇനി കാണിക്കാൻ പോകുന്ന ഭഗവാന്റെ രൂപം ഭയാനകമായി പേടിപ്പിക്കുന്ന രൂപമാണ് ഭഗവാൻ ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇനി കാണിക്കാൻ പോകുന്ന ഈ രൂപം ഇതുവരെ ആരെയും ഭയാനകമാക്കി കാണിച്ചില്ല. കാരണം യശോദാമ്മ കണ്ട ആ രൂപത്തില് ആ വിശ്വം മൊത്തം കാണിച്ചപ്പോ അതില് പേടിപ്പിക്കുന്ന ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇനി അർജുനൻ കാണാൻ പോകുന്നത് ഭഗവാൻ ഒരുപാട് പേടി തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള രൂപം കാണിക്കുകയാണ്. അതിനെയാണ് കാലരൂപം എന്ന് പറയുന്നത്. അപ്പൊ വിശ്വരൂപത്തിന്റെ അകത്തുള്ള ഒരു രൂപമാണ് കാലരൂപം. അപ്പൊ ആ കാലരൂപം നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? ധൃതരാഷ്ട്രപുത്രന്മാരെല്ലാവരും, അവരെ സഹായിക്കുന്ന രാജാക്കന്മാരും, ഭീഷ്മർ, ദ്രോണർ, കർണൻ എന്നിവരും നമ്മുടെ യോദ്ധാക്കളിൽ പ്രമുഖന്മാരുമെല്ലാം അങ്ങയുടെ ഭീകരങ്ങളായ വായ്ക്കുള്ളിലേക്ക് അതിവേഗത്തിൽ കടന്നു പോവുകയാണ്. ഭഗവാന്റെ വായ്ക്കുള്ളിലേക്ക് ഈ കൗരവന്മാരെ സപ്പോർട്ട് ചെയ്തവരെല്ലാരും, ഭീഷ്മർ, ദ്രോണർ, കർണർ എല്ലാരും വായ്ക്കുള്ളിലേക്ക് പോകുന്നു. ആ ദംഷ്ട്രകൾക്കിടയിൽ, അപ്പം ഭഗവാന്റെ ആ പല്ലുകൾക്കിടയിൽ ചിലരുടെ ശിരസ്സുകൾ ചതഞ്ഞരയുന്നു. കൂടാതെ ഇങ്ങനെ ചോര വരികയും അങ്ങനെയുള്ള ഈ രൂപം ആണ് ഇനി അർജുനൻ അർജുനൻ കാണുന്ന ഈ രൂപം. അപ്പൊ ഭയാനകമായിട്ടുള്ള ഒരു രൂപമാണ് ഈ രൂപം. അതിന്റെ പറയുന്നതാണ് കാലരൂപം. അപ്പൊ ഈ രൂപത്തിലാവുമ്പം ദംഷ്ട്രകൾ, വലിയ ദംഷ്ട്രയുണ്ട്. ഈ കൗരവന്മാരെല്ലാരും വായിലേക്ക് പോവുകയും അത് ചതച്ചരയുകയും ഒക്കെ ചെയ്യുന്ന രൂപമാണ് ഇപ്പൊ കാണുന്നത്. ദേവാദിദേവ, ഉഗ്രമൂർത്തെ, അങ്ങ് ആരാണെന്ന് പറഞ്ഞു തരൂ. ഞാൻ പ്രണമിക്കുന്നു, എന്നിൽ കനിയണമേ. ആദിപുരുഷനായ അങ്ങയെ എനിക്കറിയണം. അങ്ങയുടെ ദൗത്യം എന്തെന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ ഈ ഒരു രൂപം കണ്ടപ്പോൾ അർജുനന് ഭയാനകം തോന്നി. ആദ്യം അത്ഭുതമായിരുന്നു, അത് മാറി ഭയാനകമായി. അപ്പൊ ഈ ഭയാനകമായ രൂപം കണ്ടപ്പോൾ അർജുനൻ ചോദിക്കുകയാണ്,
അങ്ങ് ആരാണ്? എനിക്കറിയണം, അങ്ങയുടെ ദൗത്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ ഭഗവാൻ എന്താണ് പറയുന്നത്? പരമദിവ്യോത്തമ പുരുഷൻ പറയുന്നു, ഞാൻ കാലമാണ്, കാലോസ്മി. സമസ്ത ലോകങ്ങളെയും സംഹരിക്കുന്ന കാലമാകുന്നു ഞാൻ. ഈ കാണുന്ന ജനങ്ങളെയെല്ലാം നശിപ്പിക്കുവാനാണ് ഞാൻ ഇവിടെ സന്നിഹിതനായിരിക്കുന്നത്. നിങ്ങൾ പാണ്ഡവരൊഴികെ 2 കക്ഷിയിലും പെട്ട യോദ്ധാക്കൾ ഏവരും കൊല്ലപ്പെടും. ഭഗവാൻ നീ ആരാണെന്ന് പറയൂ എന്ന് ഭഗവാനോട് പറയുമ്പോ എന്താ പറയുന്നത്? ഞാൻ കാലമാണ്, കാലം, ടൈം. അപ്പോ ഈ സമയം എന്ന് പറയുന്നത് അത് മറ്റാരുമല്ല, ഭഗവാനാണ്. അപ്പൊ ഇനി നമ്മൾ ക്ലോക്കിൽ നോക്കി സമയം പോകുന്ന കാണുമ്പോൾ മനസ്സിലാക്കണം, ഈ സമയം ഭഗവാനാണ്, ഞാൻ കാലമാകുന്നു. നമുക്ക് ഈ മാറ്റം വരുന്നത്, നമ്മൾ കുഞ്ഞായിരുന്നപ്പോ എങ്ങനെയാണ് നമ്മുടെ ശരീരം ഇങ്ങനെ മാറി മാറി വലുതാകുന്നത്? കാലം മാറുന്നതനുസരിച്ച് നമ്മൾ മാറുകയാണ്. ശരീരവും മാറുന്നു, നമ്മളുടെ സ്വഭാവം മാറുന്നു. ഇന്നത്തെ ശരി നാളെ തെറ്റാകുന്നു. ഇന്ന് വലിയ ഉന്നതിയിൽ നിൽക്കുന്നവർ നാളെ താഴെ വരുന്നു. അല്ലെ, മാളിക മുകളേറിയ മന്നന്റെ ഉള്ളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. അപ്പൊ ഈ കാലം അനുസരിച്ച് മാറ്റങ്ങൾ വരുന്നു. പണ്ട് പലരും ഭരിച്ചിരുന്നു, അവരൊന്നും ഇപ്പൊ ഇല്ല, എല്ലാം മൺമറഞ്ഞു പോകുന്നു. അപ്പൊ കാലം എല്ലാത്തിനെയും നശിപ്പിക്കും. അപ്പം ഈ കാലം എന്ന് പറയുന്നത് കാലത്തിന് മായ്ക്കാത്ത ഒന്നും തന്നെ ഇല്ല. എല്ലാം കാലം അനുസരിച്ച് എല്ലാം മറഞ്ഞു പോകും. അതാണ് ഈ ലോകം. ഭൗതിക ലോകം എന്ന് പറയുന്നത് ടെമ്പററിയാണ്. ആ സമയത്തിന്റെ ആ ഒരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഒരു സമയം കഴിയുമ്പോൾ അതെല്ലാം ഇല്ലാതായി പോകും. അതിനാൽ എഴുന്നേൽക്കൂ, പൊരുതി യശസ് നേടാൻ തയ്യാറാവും. ശത്രുക്കളെ ജയിച്ചിട്ട് സമൃദ്ധമായ രാജ്യം ഭരിക്കൂ. ഞാൻ അവരെ മുമ്പ് തന്നെ കൊന്നുകഴിഞ്ഞു. നീ കേവലം ഒരു ആയുധമാവുന്നതേ ഉള്ളൂ, സവ്യസാചിൻ. അപ്പൊ ഭഗവാൻ ആരാന്ന് ചോദിച്ചു, ഞാൻ കാലമാണെന്ന് പറഞ്ഞു. അപ്പൊ കാലമാണെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഭഗവാൻ തന്നെയാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഇതെല്ലാം ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് വരുന്നത്. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് സൃഷ്ടി ബ്രഹ്മാവ് ചെയ്യും, സ്ഥിതി വിഷ്ണു ചെയ്യും, സംഹാരം ശിവൻ ചെയ്യും. ശരിയാണ്, ഇതിന് ഓരോരുത്തരുടെ ഡ്യൂട്ടി കൊടുത്തിരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം ആരുടെ നിയന്ത്രണത്തിലാണ് ഇവരെല്ലാം ഈ സൃഷ്ടി, സ്ഥിതി, സംഹാരം എല്ലാം ചെയ്യുന്നത്? അത് ഭഗവാൻ കൃഷ്ണന്റെ നിയന്ത്രണത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഈ ലോകം മൊത്തവും ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും ഭഗവാന്റെ ദൃഷ്ടി പതിയാത്ത, ഭഗവാന്റെ നിയന്ത്രണം ഇല്ലാത്ത ഒന്നും തന്നെ ഈ ലോകത്തുമില്ല, ആത്മീയ ലോകത്തുമില്ല. എല്ലാം ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. അപ്പൊ ഇവിടെ അർജുനനോട് പറയുകയാണ്, അർജുന, നീ യുദ്ധം ചെയ്തില്ല എങ്കിൽ പോലും ഇവരെല്ലാം നേരത്തെ മരിച്ചു കഴിഞ്ഞു. അവരെന്തായാലും മരണപ്പെട്ടു. അതായത് അവരെല്ലാം അർജുനൻ ഇപ്പം കൊല്ലാതിരുന്നാൽ ഇവരെല്ലാം മരിക്കും. അതാണ് ഭഗവാന്റെ തീരുമാനം. അപ്പോ ഇങ്ങനെ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അവർ തീർച്ചയായിട്ടും മരണപ്പെടും. ഈ സമയം അവരെ നശിപ്പിക്കും. അതുകൊണ്ട് അർജുന, നീ എഴുന്നേൽക്കൂ, പൊരുതി യശസ് നേടാൻ തയ്യാറാകൂ. ശത്രുക്കളെ ജയിച്ചിട്ട് സമൃദ്ധമായ രാജ്യം ഭരിക്കും. അതാണ് പറഞ്ഞത്, ഞാൻ അവരെ മുമ്പ് തന്നെ കൊന്നു കഴിഞ്ഞു. നീ കേവലം ഒരു ആയുധം മാത്രമാണ്. അതാണ് നിമിത്ത മാത്രം. ഇതിന് പറയുന്ന, സംസ്കൃതത്തിൽ പറയുന്ന, ഈ ശ്ലോകത്തിൽ പറയുന്ന നിമിത്ത മാത്രം. നീ ഒരു നിമിത്തം മാത്രമാണ്, നീ ഒരു ആയുധം മാത്രമേ ആകുന്നുള്ളൂ. സവ്യസാചിൻ. സവ്യസാചിൻ എന്ന് പറഞ്ഞാൽ ഈ ആയുധകലയിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ളവനാണ്. അതായത് അർജുനൻ ഭയങ്കര എക്സ്പേർട്ടാണ്, എക്സ്പേർട്ട് വാറിയർ ആണ് അർജുനന്റെ 2 കൈയും കൊണ്ട് അമ്പും ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും, അമ്പെയ്യാൻ സാധിക്കും. അത്രയും പ്രഗത്ഭനായിട്ടുള്ള ഒരു യോദ്ധാവാണ് അർജുനൻ. അപ്പൊ അർജുനനെ സവ്യസാചിൻ, അതുകൊണ്ട് നീ വെറും ഒരു ആയുധമാകുന്നതേ ഉള്ളൂ. അതായത് നീ ഇതെല്ലാം ഞാൻ പ്ലാൻ ചെയ്ത പോലാണ് നടക്കുന്നത്. നീ വെറും ഒരു ഇൻസ്ട്രുമെന്റ് മാത്രം. അതാണ് ഇവിടെ പറയുന്നത്, നിമിത്തം മാത്രം. നീ ഒരു ആയുധം മാത്രമേ ആകുന്നുള്ളൂ. അപ്പൊ കൃഷ്ണൻ എന്ത് പറയുന്നു അത് ചെയ്യുക. എല്ലാം ഈ ലോകം മൊത്തവും ഭഗവാന്റെ പ്ലാൻ അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മളല്ല, അർജുന നീ അല്ല ഇതെല്ലാം ചെയ്യുന്നത്.
അതിനൊരു ഉദാഹരണം പറയുന്ന ഒരു സർജന്റെ കയ്യിൽ ഒരു കത്തിയുണ്ട്. അപ്പൊ കത്തി കൊണ്ട് മുറിക്കുന്നു. അപ്പൊ മുറിക്കുന്നത് ആരാ? കത്തിയാണ്. പക്ഷെ കത്തിയെ കൊണ്ട് മുറിപ്പിക്കാൻ സർജൻ കയ്യിൽ കത്തി എടുത്താലേ അത് മുറിയത്തുള്ളൂ. അപ്പൊ സർജൻ എന്ന് പറയുന്നത് അത് ഭഗവാൻ കൃഷ്ണനും ആ കത്തി എന്ന് പറയുന്നത് അർജുനനുമാണ്. അപ്പൊ അർജുനനാണ് കൊല്ലുന്നതെങ്കിലും അതിന് പിന്നിൽ ആരുണ്ട്? ഭഗവാൻ. ഭഗവാൻ അത് നേരത്തെ പ്ലാൻ ചെയ്തു. നീ വെറും ഇൻസ്ട്രുമെന്റ് മാത്രമാണ്, അതുകൊണ്ട് നീ എണീറ്റ് യുദ്ധം ചെയ്യും. ഞാൻ ഇവരെല്ലാം മുമ്പ് തന്നെ കൊന്നു കഴിഞ്ഞു. അപ്പൊ ഇത് എപ്പോഴും നമ്മൾ മനസ്സിൽ വിചാരിക്കണം. നമ്മളാണ് ഇത് എന്റെ കഴിവ് കൊണ്ട് ഞാൻ എല്ലാം ചെയ്തു എന്നല്ല, ഇതിന്റെ പിന്നിൽ ഭഗവാനുണ്ട്. ഭഗവാന്റെ ആ നിയന്ത്രണം ഉള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അങ്ങയുടെ മഹത്വം എന്തെന്നറിയാതെ സുഹൃത്തെന്ന് മാത്രം കരുതി ഹേ കൃഷ്ണ, ഹേ യാദവ, ചങ്ങാതി എന്നെല്ലാം ഞാൻ അങ്ങയെ സ്നേഹത്തിലോ സംഭ്രാന്തിയിലോ വിളിച്ചിരുന്നു പോന്നു. നാം തനിച്ചായിരിക്കുമ്പോഴും മറ്റുള്ളവർക്കിടയിൽ ഇരിക്കുമ്പോഴും വിനോദിക്കുകയോ ഇരിക്കുകയോ ഒരേ കിടക്കയിൽ കിടക്കുകയോ ആഹാരം കഴിക്കുകയോ ചെയ്യുന്ന അവസരങ്ങളിലും പലപ്പോഴും അങ്ങയെ വേണ്ടത്ര മാനിക്കാതെ അപഹസിച്ചിട്ടുണ്ട്. അച്യുത, അങ്ങനെ പറ്റിപ്പോയ പിഴവുകൾക്കെല്ലാം അങ്ങയോട് ഞാനിപ്പോൾ മാപ്പ് ചോദിക്കുന്നു. അപ്പോൾ ഇവിടെ അർജുനന്റെ പ്രാർത്ഥനയാണ്. അപ്പൊ അർജുനൻ ഇവിടെ പ്രാർത്ഥിക്കുന്നത് ഇത്രയും വിശ്വാത്മകമായ രൂപം കണ്ടു, ഭയാനകമായ രൂപം കണ്ടു. ഇതെല്ലാം കണ്ട് അർജുനൻ വിചാരിച്ചു, ഈ വ്യക്തിയെ ആണല്ലോ ഞാൻ തോളെ കൈയിട്ട് നടന്നതും ചങ്ങാതി എന്നും യാദവ എന്നൊക്കെ കളി പറയുകയും കൂടെ കിടക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോ അർജുനന് ഒരു കുറ്റബോധം തോന്നി. ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും കഴിക്കുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും എല്ലാം ഒരു ബഹുമാനമില്ലാതെയാണ് ഞാൻ ട്രീറ്റ് ചെയ്തത്. എൻ്റെ ഒരു സുഹൃത്തെന്ന നിലയിലാണ് ഞാൻ ട്രീറ്റ് ചെയ്തത്. അങ്ങ് ഇത്രയും പരമോന്നതനാണ് എന്ന് ഞാനിപ്പോ മനസ്സിലാക്കുന്നു. അപ്പൊ ഞാൻ ചെയ്ത തെറ്റ് അങ്ങ് ക്ഷമിക്കണമേ എന്ന് പറയാണ്. അച്യുത, അങ്ങനെ പറ്റിപ്പോയ പിഴവുകൾക്കെല്ലാം അങ്ങ് എന്നോട് മാപ്പ് തരണം. അച്യുത എന്ന് പറഞ്ഞാൽ എന്താണ്? അച്യുതൻ. അച്യുത എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്താണ്? അച്യുതൻ. അച്യുത എന്ന് പറഞ്ഞാൽ വീഴ്ച പറ്റാത്തവൻ എന്നാണ് അച്യുതന്റെ അർത്ഥം. അപ്പൊ അച്യുത, വീഴ്ച പറ്റാത്തവനെ. എന്തിൽ വീഴ്ച പറ്റാത്തവൻ? ഒരിക്കലും ഒരു ഭക്തന് ഭഗവാൻ കൊടുക്കുന്ന പ്രതികരണങ്ങളിൽ വീഴ്ച പറ്റില്ല. അതുകൊണ്ടാണ് മുമ്പ് ഒരധ്യായത്തിൽ നമ്മൾ കണ്ടില്ലേ, കൗന്ദേയ പ്രതിജാനീ നമേ ഭക്ത പ്രണശ്യതി. എന്റെ ഭക്തന് കൗന്ദേയ, കുന്തിപുത്ര, നീ ഉറക്കെ പ്രഖ്യാപിക്കൂ, എന്റെ ഭക്തൻ ഒരിക്കലും നാശം സംഭവിക്കില്ല. കാരണം ഭക്തൻ ഒരു വാക്ക് പറഞ്ഞാൽ ഭഗവാൻ അത് ഒരിക്കലും അത് തെറ്റിക്കില്ല. അതാണ് അച്യുതൻ, ചുതി പറ്റാത്തവൻ, വീഴ്ച പറ്റാത്തവൻ. ഭക്തന് കൊടുക്കേണ്ട അനുഗ്രഹത്തില് ഭഗവാൻ ഒരിക്കലും വീഴ്ച സംഭവിക്കില്ല. അപ്പൊ അച്യുത, എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെ ചെയ്ത ആ പിഴവുകളാണ്. എന്താണ് അർജുനൻ ചെയ്ത പിഴവെന്ന് പറയുന്നത്? കാരണം ഇത്രയും മഹത്വമുള്ള വ്യക്തിയാണ് അങ്ങെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഒരു സുഹൃത്തിനെ പോലെ കളി പറയുകയും ഇതുപോലെ ബഹുമാനിക്കാതെയൊക്കെ ഇരുന്നു. അതുകൊണ്ട് വേണ്ടത്ര മാനിക്കാതെ അപഹസിച്ചു. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നു. എന്റെ ഈ ബീഭത്സ രൂപം കണ്ട് നീ അസ്വസ്ഥനാവുകയും സംഭ്രാന്തനാവുകയും ചെയ്തു. അത് ഇതോടെ തീരട്ടെ. എന്റെ ഭക്തനായ നീ ഇനി സ്വസ്ഥത കൈവരിക്കൂ. ശാന്ത മനസ്കനായി നിനക്കിപ്പോൾ നീ ആഗ്രഹിക്കുന്ന രൂപം കാണാം. പിന്നീട് അർജുനൻ പറയും, ഭഗവാനെ, അങ്ങയുടെ ഈ രൂപം മാറ്റി അങ്ങയുടെ പഴയ രൂപത്തിലേക്ക് വരൂ എന്ന് അർജുനൻ പറയും. കാരണം അർജുനനെ ഈ ഒരു രൂപം കണ്ടിട്ട് ഭയാനകമായി തോന്നുന്നു. അങ്ങനെ ഭഗവാൻ എന്താ ചെയ്യാ? ആ രൂപം മാറ്റി പഴയ രൂപം ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്നു. അപ്പൊ ആദ്യം അദ്ദേഹം മാറ്റുന്ന രൂപം എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഭഗവാൻ തന്റെ വിശ്വരൂപം മാറ്റി അതിനുശേഷം അദ്ദേഹം തന്റെ 4 കൈകളുള്ള രൂപത്തിലാണ് ആദ്യം വരിക. അതിനുശേഷമാണ് അദ്ദേഹം തന്റെ 2 കൈകളുള്ള രൂപത്തിലേക്ക്, ഒറിജിനൽ ഫോമിലേക്ക് തിരിച്ചു വരുന്നത്. സഞ്ജയൻ പറഞ്ഞു, ഇങ്ങനെ അർജുനനോട് പറഞ്ഞിട്ട് പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണൻ തന്റെ യഥാർത്ഥമായ ചതുർഭുജ രൂപം കാണിച്ചു. അപ്പൊ വിശ്വരൂപം കഴിഞ്ഞിട്ട് അടുത്ത ഉടനെ 2 കൈകളുള്ള രൂപമല്ല, ചതുർഭുജ രൂപമാണ് ഭഗവാൻ കാണിച്ചത്. പിന്നീട് ഭീതനായിരുന്ന അർജുനന് ധൈര്യം വരുത്തുവാനായി 2 കൈകളോട് കൂടിയ തന്റെ സാധാരണ രൂപം കൈക്കൊള്ളുകയും ചെയ്തു. ഇതിൽ കാണാം, ഈ പടത്തില് ആദ്യം ചതുർഭുജ രൂപം കാണിച്ചു, അത് കഴിഞ്ഞ് 2 കൈകളുള്ള രൂപത്തിലേക്ക് ഭഗവാൻ തിരിച്ചു വന്നു.
അപ്പോ ഇവിടെ അർജുനൻ ഏറ്റവും പ്രിയപ്പെട്ട രൂപം എന്ന് പറയുന്നത് ഇരുകൈകളുള്ള സാധാരണ യഥാർത്ഥമായിട്ടുള്ള പരമപുരുഷനായിട്ടുള്ള കൃഷ്ണന്റെ രൂപമാണ്. എന്നാൽ ചില ഭക്തന്മാർക്ക് ചതുർഭുജ രൂപത്തിനോടായിരിക്കും ആകർഷണം. അപ്പൊ നമ്മള് പറഞ്ഞില്ലേ, ഭീഷ്മർ ആ ശരശയ്യയിൽ കിടന്നപ്പോൾ മരിക്കുന്നതിനു മുമ്പ് ഭീഷ്മർ ആഗ്രഹിച്ചത് ഭഗവാന്റെ ഏത് രൂപമാണ്? ചതുർഭുജ രൂപമാണ് ഭീഷ്മർ ആഗ്രഹിച്ചത്. കാരണം ഭീഷ്മർക്ക് ആ രൂപത്തോടാണ് അട്രാക്ഷൻ. പിന്നെ ധ്രുവൻ നാരായണനെ പ്രാർത്ഥിച്ചപ്പോൾ ധ്രുവന് ദൃശ്യമായ രൂപവും ചതുർഭുജ രൂപമാണ്. അപ്പൊ ഓരോ ഭക്തന്മാർക്ക് ഇത് ഇൻഡിവിജ്വൽ, ഓരോ വ്യക്തികൾക്ക് ഓരോ ഇഷ്ടങ്ങൾ കാണും. അതാണ്, നമ്മളെല്ലാം ഓരോ വ്യക്തികളാണ്. നമുക്കറിയില്ല നമുക്ക് ഏത് രൂപത്തോടാണ് ഇഷ്ടമെന്ന്. ചിലർക്ക് ഭഗവാന്റെ ഇരുകൈകളുടെ രൂപമാണ്, ചിലർക്ക് നാരായണ ഐശ്വര്യഭാവത്തിലുള്ള ഭഗവാനെ ആയിരിക്കും ഇഷ്ടം. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ 4 സമ്പ്രദായമുണ്ട്. ബ്രഹ്മ മധ്വ ഗൗഡിയ സമ്പ്രദായം, പിന്നെ ശ്രീ സമ്പ്രദായം. ശ്രീ സമ്പ്രദായത്തിലുള്ളവർ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഐശ്വര്യഭാവത്തിൽ സേവിക്കാനാണ് അവർ താല്പര്യപ്പെടുന്നത്. അപ്പൊ ആ ഐശ്വര്യഭാവം എന്ന് പറയുമ്പോൾ ഈ ചതുർഭുജ രൂപം, നാരായണന്റെ രൂപം വരും. കൂടാതെ ദ്വാരകാ കൃഷ്ണൻ അല്ലെങ്കിൽ മധുര കൃഷ്ണൻ, ആ രാജാവായിട്ടുള്ള കൃഷ്ണൻ. കൂടുതലും ശ്രീ സമ്പ്രദായത്തിൽ ലക്ഷ്മി നാരായണനെയാണ് ആരാധിക്കുന്നത്, കൃഷ്ണനെ അല്ല. കൂടുതലും ലക്ഷ്മി നാരായണനെ ആരാധിക്കും. ഈ തിരുപ്പതി ബാലാജിയിലൊക്കെ അവിടെയൊക്കെ ഐശ്വര്യഭാവത്തിലുള്ള ഭഗവാനെയാണ്, നാരായണ രൂപത്തിലുള്ള ഭഗവാനെയാണ് ആരാധിക്കുന്നത്. ആ ബാലാജി 4 കൈകളുള്ള രൂപമാണ്. അപ്പൊ അത് ഓരോ വ്യക്തികളുടെ ഇഷ്ടമാണ്. എന്നാൽ ഈ 4 കൈകളുള്ള രൂപവും എവിടുന്നാണ് വരുന്നത്? ഈ ഇരുകൈകളുള്ള രൂപമാണ് ഒറിജിനൽ. അപ്പൊ അത് പലർക്കും ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. ആ നാരായണനിൽ നിന്ന് വെറും ഒരു അവതാരമാണ് കൃഷ്ണൻ എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അല്ല, ഈ ഒറിജിനൽ രൂപം എന്ന് പറയുന്ന ഇരുകൈകളുള്ള കൃഷ്ണനാണ്. ആ കൃഷ്ണനിൽ നിന്നാണ് മറ്റെല്ലാ രൂപങ്ങളും ഉണ്ടാകുന്നത്. 4 കൈകളുള്ള രൂപവും ഇപ്പൊ കാണിച്ച വിശ്വരൂപവും എല്ലാം ഈ കൃഷ്ണനിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇനി അടുത്തത് ഭഗവാൻ പറയുന്നത്, ഭക്ത്യാ ത്വനന്യയാ ശക്യാ അഹമേവം വിധോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരം തപ. പ്രിയപ്പെട്ട അർജുന, എന്നിൽ ഏകാഗ്രമായ ഭക്തി കൊണ്ട് മാത്രമേ എന്നെ ഇപ്പോൾ കാണുന്ന മട്ടിൽ നേരിട്ട് കാണാനും അറിയാനും സാധിക്കുകയുള്ളൂ. ഈ മാർഗത്തിൽ കൂടി മാത്രമേ എന്റെ നിഗൂഢതയിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. അപ്പൊ ഇതാണ് നമ്മളിപ്പോ കാണുന്ന ഈ ഇടയ ബാലനായിട്ടുള്ള കൃഷ്ണൻ. ഇത് പശുക്കളെ മേയ്ക്കാൻ പോകുമ്പോൾ ഭഗവാൻ ഉപയോഗിക്കുന്ന വടിയും, പിന്നെ ഭഗവാന്റെ കയ്യിൽ വേറെ പശുക്കളെ വിളിക്കാനായിട്ട് ഓരോ കുഴല് കാണും. അപ്പോൾ ആ ഒരു രൂപം ഇതാണ് ശരിക്കും ഒറിജിനൽ ആയിട്ടുള്ള രൂപം. ഈ രൂപം മനസ്സിലാക്കണമെങ്കിൽ ഭക്തി കൊണ്ട് മാത്രമേ ഈ കാണുന്ന മട്ടിൽ നേരിട്ട് കാണാനും ആ ഭഗവാന്റെ നിഗൂഢതയിലേക്ക് പ്രവേശിക്കാനും ഒക്കെ ഭക്തി ഉണ്ടെങ്കിലേ നമുക്ക് ഈ കൃഷ്ണനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാതെ ഭക്തി അല്ലാതെ വേറെ എത്ര പാണ്ഡിത്യം ഉണ്ടെന്നും, എത്ര പണ്ഡിതനാണെങ്കിലും, എത്ര വലിയ ധനികനാണെങ്കിലും, എത്ര ഐശ്വര്യം ഉണ്ടെങ്കിലും ഇതൊന്നും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഭക്തിയാമാം അഭിജാനാതി, 18ാമത്തെ ഒരു ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്ന, ഭക്തി കൊണ്ട് മാത്രമേ എന്നെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇത് ഏത് വിഗ്രഹം എന്നറിയാവോ? ഉടുപ്പി ശ്രീകൃഷ്ണ. ഉടുപ്പി കൃഷ്ണനാണിത് അല്ലെ. ഉടുപ്പി ശ്രീകൃഷ്ണ സ്വാമിയാണിത്. ഉടുപ്പി കൃഷ്ണന്റെ ഈ വിഗ്രഹത്തില് ഈ എന്തായിരുന്നു പേര്? കനകദാസ്. കനകദാസ്, അതെ, കനകദാസ് എന്ന ഭക്തൻ. അദ്ദേഹം താഴ്ന്ന കുലത്തിൽ ജനിച്ച ഭക്തനായതുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിന്റെ അകത്തോട്ട് പോകാൻ പ്രവേശനമില്ലായിരുന്നു. അദ്ദേഹം വളരെ നന്നായിട്ട് ഭഗവാന്റെ ഭജനകൾ പാടുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ഇതിങ്ങനെ ഭഗവാനെ നോക്കി ആ ഭജന പാടിക്കൊണ്ടിരുന്നപ്പോൾ ആൾക്കാരെല്ലാരും അദ്ദേഹത്തെ പിടിച്ചു മാറ്റി. കാരണം താഴ്ന്ന കുലത്തിലായതുകൊണ്ട് അകത്ത് കയറ്റത്തില്ല. അങ്ങനെ പിടിച്ചു മാറ്റി. അദ്ദേഹം എന്നിട്ടും പോകാതെ കൃഷ്ണനെ കൃഷ്ണ കൃഷ്ണ, അങ്ങനെ കൃഷ്ണ നീംബേഗനെ, അത് കനകദാസ് പാടിയിട്ടുള്ള ഭജനയാണ്. അങ്ങനെ പാടി നിന്ന് ഇദ്ദേഹത്തെ തൂണിൽ കെട്ടിയിടുമ്പോ കനകദാസ് അത്രയും ഭാവത്തോടു കൂടി കൃഷ്ണനെ ഇങ്ങനെ നോക്കി പാടുകയാണ്. അപ്പം ഈ വിഗ്രഹം ഇരിക്കുന്നതിന്റെ ബാക്ക് സൈഡിലാണ് കനകദാസ് നിന്ന് പാടുകയാണ്. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യും? തന്റെ കയ്യിലുള്ള
ഈ കുട അടിച്ചു പൊട്ടിക്കുന്ന ഒരു റോഡുണ്ടല്ലോ, അത് എടുത്ത് ഭഗവാൻ തിരിയും, നേരെ തിരിഞ്ഞ് ആ വടി വെച്ച് അവിടെ ഒരു ആ ഭിത്തിയിൽ അടിക്കുമ്പോൾ അവിടെ ഒരു വാതിലുണ്ടാവുകയാണ്. അതിലേക്കൂടെ കനകദാസിന് ഭഗവാൻ ദർശനം കൊടുക്കും. അപ്പൊ അതാണ് തന്റെ ശുദ്ധ ഭക്തൻ. അതാണ് കനകദാസന്റെ ആ പാണ്ഡിത്യമോ കനകദാസൻ ആ ഉയർന്ന ജാതിയോ ഒന്നുമല്ല. ഭഗവാൻ എന്താണ്, ആ കനകദാസിന്റെ ഭക്തിയാണ് കണ്ടത്. അതാണ് ഭക്തി കൊണ്ട് മാത്രമേ എന്നെ മനസ്സിലാക്കാൻ സാധിക്കൂ. അപ്പൊ ആ വിഗ്രഹം തിരിഞ്ഞ് കനകദാസിന് ദർശനം കൊടുത്തു. അപ്പൊ നമുക്ക് ഉടുപ്പിയിൽ പോകുമ്പോ അറിയാലേ, നമുക്ക് ബാക്ക് സൈഡിൽ കൂടെ ഉടുപ്പി കൃഷ്ണനെ കാണാൻ ഒരു ചെറിയൊരു വാതിൽ, ഒരു ഗ്രില്ല് പോലെ വെച്ചിട്ടുണ്ട്, അതിലെ കൂടെ കാണാൻ സാധിക്കും. അപ്പൊ കനകദാസിന്, അത് കനകന കിണ്ടി എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ കനകദാസിന് വേണ്ടിയാണ് ഭഗവാൻ തിരിഞ്ഞത്. അപ്പൊ ശരിക്കും കൊടുത്തിരുന്ന ദർശനത്തിന്റെ സൈഡിൽ നിന്ന് നേരെ തിരിഞ്ഞു നിന്നു. ഭക്തന്റെ ഭക്തിയില് ഭഗവാൻ തന്നെ സ്വയം ഒരു അടിമയാകും ഭക്തന്റെ മുമ്പിൽ. വിശ്വരൂപം മറച്ച് പിന്നീട് കൃഷ്ണൻ ചതുർഭുജനായ നാരായണ രൂപവും ഒടുവിൽ ദ്വിഭുജനായ സ്വരൂപവും കൈക്കൊള്ളുന്നുണ്ട്. വൈദിക സാഹിത്യത്തിൽ പറയപ്പെടുന്ന ചതുർഭുജ രൂപങ്ങളും ആദിമമായ ദ്വിഭുജ രൂപ കൃഷ്ണനിൽ നിന്ന് ഉത്ഭവിച്ചവയാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈ രൂപം ചതുർഭുജ രൂപവും മറ്റെല്ലാ രൂപവും എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? ആദിമ രൂപമായിട്ടുള്ള ഇരു കൈകളുള്ള ദ്വിഭുജ എന്ന് പറഞ്ഞാൽ 2 കൈയുള്ള കൃഷ്ണരൂപത്തിൽ നിന്നാണ് ബാക്കി എല്ലാ രൂപവും ഉത്ഭവിച്ചത്. മത്കർമ്മകൃത് മത്പരമോ മദ്ഭക്ത സംഗവർജിത നിർവൈര സർവഭൂതേഷു യസ മാമേതി പാണ്ഡവ. പ്രിയ അർജുന, എന്റെ ശുദ്ധ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാമ്യകർമ്മങ്ങളുടെയോ ഊഹാപോഹങ്ങളുടെയോ മാലിന്യം കൂടാതെ എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുകയും എന്നെ ജീവിതത്തിന്റെ പരമ ലക്ഷ്യമായി കരുതുകയും സർവഭൂതങ്ങളോടും സുഹൃത്ത് രൂപേണ പെരുമാറുകയും ചെയ്യുന്ന ഭക്തൻ നിശ്ചയമായും എന്നെ പ്രാപിക്കും. അപ്പൊ ഭഗവാനെ പ്രാപിക്കുന്ന ഭക്തൻ എങ്ങനെയുള്ള വ്യക്തിയായിരിക്കും? ശുദ്ധ ഭക്തിയുത സേവനം, അന്യാഭിലാഷിതാശൂന്യം, മറ്റ് അഭിലാഷങ്ങളൊന്നുമില്ലാതെ, ജ്ഞാന കർമാദി അനാവൃതം, ജ്ഞാനവും കർമ്മവും ഒന്നും ആവരണം ചെയ്യാത്ത, കൂടാതെ ഇപ്പൊ ജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ജ്ഞാനയോഗ പറഞ്ഞു, അതിനു മുമ്പ് കർമ്മയോഗം പറഞ്ഞു. അപ്പൊ അതൊന്നും കലർപ്പില്ലാത്ത ശുദ്ധഭക്തി അല്ല. കർമ്മയോഗയും ജ്ഞാനയോഗയും ഒന്നും ശുദ്ധഭക്തിയല്ല. ശുദ്ധഭക്തി എന്ന് പറഞ്ഞാൽ വേറെ ഒരു ആഗ്രഹവുമില്ല. ഇപ്പൊ കർമ്മയോഗയാണെങ്കിൽ നമുക്ക് കർമ്മത്തില് ആഗ്രഹമുണ്ട്, നമ്മൾ ചെയ്യുന്ന കർമ്മം എന്നിട്ട് കിട്ടുന്ന ഫലം കൊടുക്കുന്നു. ജ്ഞാനയോഗം എന്ന് പറയുമ്പോൾ അവർക്ക് കുറെ നോളജ് കിട്ടി. അപ്പൊ ആ നോളേജിൽ അവര് കുറച്ച് അഹങ്കരിക്കുന്നു, ഞാൻ ശരീരമല്ല ആത്മാവാണ്. പിന്നെ അവർ അതിനെക്കുറിച്ച് അന്വേഷിച്ച് കൂടുതൽ പോകുന്നു. അപ്പൊ ഈ ജ്ഞാനവും കർമ്മവും ഒന്നും കലരാതെ പിന്നെ ചിലർക്ക് സിദ്ധികൾ ലഭിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും വലിയ സിദ്ധന്മാരാണ്, ആ സിദ്ധരെയൊക്കെ നമ്മൾ ബഹുമാനിക്കും. അപ്പൊ ആ സിദ്ധി ഒന്നും ഭഗവാന്റെ മുമ്പിൽ ഒന്നുമില്ല. എല്ലാ സിദ്ധികളിലും ഭഗവാനിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അഷ്ടസിദ്ധികൾ എന്ന് പറയും. അതായത് ചില ആൾക്കാർക്ക് കല്ലിനേക്കാളും അണുവിനേക്കാളും ചെറുതാകാൻ സാധിക്കും, വലുതാകാൻ സാധിക്കും, അവരുടെ കൈ നല്ലോണം നീട്ടാൻ സാധിക്കും, പിന്നെ അവർക്ക് പ്ലാനറ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ സാധിക്കും. ഫ്യൂച്ചർ ഒക്കെ പറയുന്ന പല സിദ്ധന്മാരും നമ്മളുടെ സമൂഹത്തില് പല സ്ഥലങ്ങളും കാണും. അപ്പൊ നമ്മൾ വിചാരിക്കും അവരൊക്കെ വലിയ ദൈവത്തിനെ പോലെ കാണും. അവർക്ക് നമ്മളെക്കാളും കുറച്ച് പവർ കൂടുതലാണ്, കുറച്ച് ശക്തികളുണ്ട്. ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാനും ചില കാര്യങ്ങളെ നിയന്ത്രിക്കാനും ചില ആൾക്കാർക്ക് മറ്റുള്ളവരുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ഒരു സിദ്ധികളാണ്, മിസ്റ്റിക് പവറാണ്. അപ്പൊ ഈ മിസ്റ്റിക് പവർ ഒന്നും ഭഗവാന്റെ മുമ്പിൽ ഒന്നുമല്ല. ഏറ്റവും വലിയ മിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയാണ് ഭഗവാൻ. ഭഗവാന്റെ മുമ്പിൽ ഇതൊന്നുമല്ല. ചില ആൾക്കാർ ഈ മിസ്റ്റിക് പവർ കണ്ടിട്ട് അതാണ് വലുതെന്ന് തെറ്റിദ്ധരിക്കും. എന്നാൽ ശുദ്ധ ഭക്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള അഷ്ടസിദ്ധികളൊന്നും ആഗ്രഹിക്കാതെ ഭഗവാൻ എന്താണോ ഇഷ്ടം, ഭഗവാനെ എങ്ങനെ പ്രീതിപ്പെടുത്താം എന്ന് മാത്രം ആഗ്രഹിക്കുന്ന വ്യക്തികൾ, അതാണ് ശുദ്ധഭക്തർ. അവർക്ക് കാമ്യകർമ്മങ്ങളോ, അതായത് ഫലം പ്രതീക്ഷിച്ച് കർമ്മവും ചെയ്യുന്നതോ ഊഹാപോഹങ്ങളോ അതിന്റെ ഒന്നും മാലിന്യം ഇല്ലാതെ എനിക്ക് വേണ്ടി എന്നാൽ അവര് കർമ്മം ഉപേക്ഷിക്കുന്നില്ല. ചില ആൾക്കാര് തന്റെ ഡ്യൂട്ടീസ് ഉപേക്ഷിച്ച് ഒന്നും ചെയ്യാതിരിക്കും. കാട്ടിൽ പോയി തപസ് ചെയ്യും. പക്ഷെ ഒന്നും ചെയ്യാതിരിക്കുകയല്ല ഭക്തന്മാരെല്ലാം ചെയ്യുന്നത് ഭഗവാന് വേണ്ടിയായിരിക്കും ചെയ്യുക.
അങ്ങനെ അവരുടെ ജീവിത ലക്ഷ്യം തന്നെ ഭഗവാനായിട്ട് കൃഷ്ണൻ മാത്രമാണ് അവരുടെ ജീവിത ലക്ഷ്യം. അങ്ങനെയുള്ളവർക്ക് മറ്റെല്ലാ ജീവജാലങ്ങളോടും കാരുണ്യമാണ്. അവർക്ക് ഏത് ജീവജാലത്തിനെ കണ്ടാലും എങ്ങനെ ഇവരെ തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം എന്നുള്ള ചിന്തയായിരിക്കും. അവരെത്ര പതീതരായിട്ട് ഈ ഭൗതിക ലോകത്ത് ബന്ധിക്കപ്പെട്ട് കഴിയുകയാണ്, ഇവരെ ഇവിടെ നിന്ന് രക്ഷിക്കണ്ടേ എന്നുള്ള ചിന്തയാണ്. അതാണ് സർവ്വഭൂതങ്ങളോടും സുഹൃത്ത് രൂപേണ പെരുമാറും. ആരടുത്തും ഒരു വിദ്വേഷം കാണത്തില്ല, ഒരു ദ്വന്ദ്ങ്ങളില്ലാത്ത സ്വഭാവമായിരിക്കും അവർക്ക്. ഇവരുടെ അടുത്ത് മിണ്ടൂല, അവരുടെ അടുത്ത് മിണ്ടും, ഇവരെന്റെ ശത്രു, ഇവരെന്റെ മിത്രം, അങ്ങനില്ല. എല്ലാരും സുഹൃത്ത് പോലെ കാണുന്നവരാണ് ഭക്തന്മാർ. അങ്ങനെയുള്ള ഭക്തൻ തീർച്ചയായും എന്നെ പ്രാപിക്കും. അതാണ് ഭക്തൻ പറയുന്നത്. അപ്പൊ എല്ലാ ജീവജാലങ്ങളോടും എങ്ങനെ നമുക്ക് സുഹൃത്ത് ബന്ധം വരാം? എല്ലാവർക്കും കൃഷ്ണാബോധം പറഞ്ഞു കൊടുക്കുക. നമ്മളുടെ ബന്ധുക്കളുടെ അടുത്തും നമ്മളുടെ ഫ്രണ്ട്സിന്റെ അടുത്തും എല്ലാവരുടെ അടുത്തും പറയുക, നാമം ജപിക്കുക. കാരണം അതാണ് നമ്മൾ ചെയ്യുന്ന നമ്മളുടെ ഏറ്റവും വലിയ ദാനമാണ് കൃഷ്ണാവബോധം മറ്റുള്ളവർക്ക് എത്തിക്കുക എന്നുള്ളത്. അല്ലാതെ നമ്മൾ വേറെ ഇപ്പൊ നമ്മളൊരു ഫുഡ് വാങ്ങിച്ചു കൊടുത്താൽ തന്നെ അത് എത്ര നേരം ആ ഫുഡ് അവരിൽ നിലനിൽക്കും? ഒരു നേരം കൊടുത്തു, കുറച്ച് കഴിഞ്ഞ് വീണ്ടും വിശക്കും. അപ്പൊ അത് എന്നെന്നും ഉള്ള ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ദാനമല്ല. ശാശ്വതമായിട്ടുള്ള ഇനി അടുത്ത ജന്മവും കൂടെ വരുന്നത് അത് ആത്മീയ ജ്ഞാനം പകർന്നു കൊടുക്കുന്നതാണ്. നാമം ജപിക്കാൻ പറയുകയും കൂടാതെ ഭഗവത്ഗീത കൊടുക്കുക, അവരുടെ അടുത്ത് വാങ്ങിക്കാൻ പറയാ, ഇത് വായിക്കാൻ പറയാ. നമ്മളിപ്പോ എവിടെയെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നെങ്കിൽ അത് ഭഗവത്ഗീത നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം. നമ്മൾ പല സാധനങ്ങൾ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളത് അവരെ ആ ജനറേഷനിൽ ഇപ്പൊ ആ ഒരു വ്യക്തി വായിച്ചില്ലെങ്കിൽ ആ വീട്ടിലുള്ള ആർക്കെങ്കിലും അത് പ്രയോജനപ്പെടും. ചിലപ്പോൾ അടുത്ത ജനറേഷനിലുള്ള കുട്ടികളായിരിക്കും അത് പ്രയോജനപ്പെടുത്തുക. അപ്പൊ ഒരിക്കലും നഷ്ടമാകില്ല ഭഗവാന്റെ ഈ സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ. അത് അല്ലേ, സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ, നമ്മൾ ചെറുതായിട്ട് ചെയ്താൽ പോലും അത് നമ്മളെ രക്ഷിക്കും. അത് എത്ര ജന്മങ്ങൾ എടുത്താലും നമ്മളുടെ കൂടെ വരും. അതാണ് ഏറ്റവും വലിയ സേവനം നമ്മൾ ചെയ്യേണ്ടത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അപ്പൊ 11ാമത്തെ അധ്യായം ഭഗവാന്റെ വിശ്വരൂപം കണ്ടു. അപ്പൊ വിശ്വരൂപത്തിൽ നിന്ന് അകത്ത് തന്നെ ഭഗവാൻ ഒരു കാലരൂപം കാണിച്ചു. അത് കഴിഞ്ഞ് അർജുനൻ ഒരുപാട് ഭയപ്പെട്ടു. അങ്ങനെ ഭഗവാൻ തിരിച്ച് ആദ്യം ചതുർഭുജ രൂപം, അത് കഴിഞ്ഞ് ഭഗവാന്റെ സാധാരണ ഇരുകൈകളുള്ള രൂപം കാണിച്ചു. അത് കഴിഞ്ഞ് ഭഗവാൻ അവസാനം എന്താണ് പറഞ്ഞത്? എന്റെ ഈ രൂപം, ഭഗവാന്റെ ഈ രൂപം ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരൂ. വിശ്വരൂപമോ? ഇവിടെ നെറ്റ് ഇല്ലായിരുന്നു, കാണാൻ പറ്റിയില്ല. ഓക്കെ. വിശ്വരൂപം ഇതിനകത്തുണ്ട്. ഇതുണ്ട്, ഇത് തന്നെ വിശ്വരൂപം. ഇത് വിശ്വരൂപമാണ്. പിന്നെ ഇത് വിശ്വരൂപം കാണുന്നുണ്ടോ മാതാജി? കാണുന്നു. ഇതെല്ലാം വിശ്വരൂപമാണ്. പിന്നെ വിശ്വരൂപത്തിനകത്ത് കാലരൂപമുണ്ട്. അതായത് ഭഗവാൻ വായില് ദംഷ്ട്രയൊക്കെ വന്ന് പല്ലൊക്കെ നീട്ടി ഈ കൗരവരെല്ലാരും വായിക്കകത്തോട്ട് പോകുന്ന ഒരു രൂപം. ഇതാണ് കാലരൂപം. ഇത് മനസ്സിലായില്ലായിരുന്നു. അപ്പൊ 2 രൂപ വിശ്വരൂപത്തിനകത്ത് ഇത് സാധാരണ എല്ലാ ദേവീദേവന്മാരും ഉള്ള രൂപം. അത് കഴിഞ്ഞ് ഇതാണ് കാലരൂപം. മനസ്സിലായി, കണ്ടു. ഈ കണ്ട് അവസാനം ഇത് എല്ലായിടത്തും 1000 സൂര്യന്മാരെ പോലെ പ്രകാശമാനമായിട്ടുള്ള രൂപമാണ്. അപ്പൊ അർജുനൻ എല്ലായിടത്തും ഈ രൂപം, എവിടെ നോക്കിയാലും ഈ രൂപം മൊത്തവും കാണുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. പിന്നീട് ഭഗവാൻ ഈ രൂപമെല്ലാം കാണിച്ചതിന് ശേഷം ഈ കാലരൂപം അത് കഴിഞ്ഞിട്ട് അർജുനൻ അപേക്ഷിക്കും അങ്ങയുടെ പഴയ രൂപത്തിലേക്ക് വരാൻ. അങ്ങനെ ആദ്യം ചതുർഭുജ രൂപത്തിൽ നന്നായിട്ട് കണ്ടു. ഓക്കെ. പിന്നെ ഇരുകൈകൾ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ആരാധിക്കേണ്ട ഏത് രൂപമാണ്? വിശ്വരൂപമാണോ കൃഷ്ണന്റെ രൂപമാണോ? കൃഷ്ണന്റെ രൂപം. അതെ. വിശ്വരൂപം എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ലോകത്ത് ഉള്ള ഒരു രൂപം. ഈ ഭാഗവതത്തിലൊക്കെ നമുക്ക് കൃഷ്ണൻ
മഹാവിഷ്ണുവിൽ നിന്ന് 10 അവതാരം വന്നിരിക്കുന്നതിനകത്ത് ഒന്നായിട്ടാണ് നമ്മൾ ഇതുവരെ ആ മനസ്സിലാക്കിയിരുന്നത്. ഇതുവരെ മനസ്സിലാക്കിയിരിക്കുന്നത്. അതെ അതെ. അപ്പോഴാണ് അത് ഈ കാര്യം ജയദേവ മനസ്സിലായത്. ഗോസ്വാമികൾക്ക് പ്രിയപ്പെട്ട 10 അവതാരം പറയുന്നുണ്ട്. അതില് തന്നെ ജയദേവ ഗോസ്വാമി പറയുന്നത് ശരിക്കും ഭാഗവതത്തിൽ തന്നെ ഭഗവാന്റെ അവതാരം എന്ന് പറഞ്ഞാൽ തിരമാലകൾ പോലെ എണ്ണാൻ പറ്റാത്തത്ര അവതാരങ്ങളാണ്. പക്ഷെ 24 അവതാരങ്ങളെ കുറിച്ച് ഭാഗവതത്തില് 1-ാമത്തെ സ്കന്ധത്തില് പറയുന്നുണ്ട്. പറയുന്നുണ്ട്. ആ, ഇത് 10 ആ, ഇങ്ങനെ എടുത്ത് കാണിച്ചിട്ടുണ്ട് നമ്മളെ ആ, ആ. പിക്ചറിലേ. അതെ അതെ. അപ്പൊ ഇത് ഈ പരമ്പരയിലൂടെ വരുമ്പോഴേ നമുക്ക് യഥാർത്ഥത്തിൽ അത് മനസ്സിലാവും. കാരണം അതില് പറയുന്നുണ്ട് ഈ 24 അവതാരങ്ങൾ പറഞ്ഞതിന് ശേഷം ആം, ഉം, ഇതില് വ്യാസദേവൻ ശുകദേവ ഗോസ്വാമി പരിഷത്തിനോട് പറയുന്ന ആ ഭാഗത്തില് പറയും ഇവയെല്ലാം വന്നിരിക്കുന്നത് ഈ കൃഷ്ണനിൽ നിന്നാണ് ഈ എല്ലാ അവതാരങ്ങളും വന്നിരിക്കുന്നതെന്ന് ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ആ ഹാ ഹാ. ഇതെല്ലാം ഭഗവാന്റെ അംശമാണ്, ഇതെല്ലാം അംശത്തിന്റെ അംശത്തിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് ഒരു ശ്ലോകം പറയുന്നത്. ജയദേവ ഗോസ്വാമികൾ 10 ഈ പ്രിയപ്പെട്ട 10 അവതാരങ്ങൾ പറയുമ്പോൾ എല്ലാ അവതാരത്തിലും ഇപ്പൊ മത്സ്യം പറയും, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, ഇതെല്ലാം പറയുമ്പോൾ കേശവദ്രീത വാമന രൂപ, കേശവദ്രീത നരഹരി രൂപ, എല്ലാം കേശവനിൽ നിന്ന് വന്ന ഈ രൂപം എന്നാണ് ജയദേവ ആ. ഗോസ്വാമികൾ. കേശവദ്രീത കൽക്കി രൂപം, കൽക്കി അവതാരം. പിന്നെ അതുപോലെ ബുദ്ധൻ ഭഗവാന്റെ ഒരു അവതാരമായിട്ട് പറയുന്നുണ്ട്. ബുദ്ധ അവതാരം, ബുദ്ധനെ കുറിച്ചൊക്കെ നമ്മൾ 11-ാമത്തെ സ്കന്ധത്തില് വരുന്നുണ്ട്. ആ. ശ്രീ ഹരേ കൃഷ്ണ. മൂലം ഭാഗവതം അല്ല, നമ്മള് ഈ മലയാളം ഇല്ലേ, അതെ അതെ അതെ. അതാ മലയാളത്തിൽ അത് വന്നിട്ടുള്ള. അതുകൊണ്ട് ഇത് ഇത്രയും നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. വ്യാസദേവന്റെ ഭാഗവതം രചിച്ച ആ ഭാഗവതമാണ് നമ്മളിപ്പോ ഫോളോ ചെയ്യുന്നത്. ഫോളോ അതാണ് ചെയ്യുന്ന. ആ പരമ്പരയിലൂടെ വരുമ്പോഴല്ലേ നമുക്ക് വ്യാസദേവൻ എഴുതി അതേപോലെ കിട്ടുകയുള്ളൂ. അത് കൈമാറി വന്നതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റേത് ഒരു വ്യക്തിയുടെ ഊഹാപോഹത്തിലൂടെ ഇടയ്ക്ക് ഇന്റർപ്രിട്ടേഷൻ വരുന്നതാണ്. അവരുടെ തന്നെ കുറെ കാര്യങ്ങളും ഒക്കെ വരും. അത് ആ പരമ്പര ഇല്ലെങ്കിലുള്ള ഒരു പ്രശ്നമാണത്. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ ക്ലാസ് ചുരുക്കാം. നാളെ 12-ാമത്തെ അധ്യായം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യഃ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ വൃന്ദ की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, गौर प्रेमानंदे हरि हरि बोल. हरे कृष्ण. हरे താങ്ക് യു कृष्ण. മാതാജി. थैंक यू माता जी. हरे कृष्ण. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.